ഹായ് കൂട്ടുകാരെ, നമസ്കാരം. എല്ലാവർക്കും പെസഹാ തിരുനാളിൻ്റെ ആശംസകൾ. ഇന്ന് നമ്മൾ കുരിശപ്പം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കുന്നത്. അതിനായിട്ട് 2 ഗ്ലാസ് അരി നേരത്തെ വെള്ളത്തിലിട്ട് കുതിർത്ത് പൊടിച്ചെടുക്കുക. പുട്ടിൻ്റെ പൊടിയുടെ പരുവത്തിലാണ് പൊടിച്ചെടുക്കേണ്ടത്. ഇനി 1/2 ഗ്ലാസ് ഉഴുന്ന് വറുത്ത് വെള്ളത്തിലിട്ട് വയ്ക്കുക. 2 മണിക്കൂർ കുതിരാൻ വേണ്ടി വെക്കണം. നമുക്ക് മിക്സിയിൽ അരച്ചെടുക്കാം. 1 മുറി തേങ്ങ ചിരണ്ടിയത്, 8 അല്ലി വെളുത്തുള്ളി, 4 അല്ലി ചുവന്നുള്ളി, 1 ടീസ്പൂൺ ചെറിയ ജീരകം, ഇവയെല്ലാം ചേർത്ത് ഉഴുന്ന് കുതിർത്ത വെള്ളത്തിൽ അരച്ചെടുക്കാം. 1/4 ടീസ്പൂൺ ഉപ്പ്. നമ്മുടെ ഉഴുന്ന് അരച്ചത് നമുക്ക് അരിപ്പൊടിയിലോട്ട് ഇട്ട് കൊടുക്കാം. നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയോ അതില്ലെങ്കിൽ കുറച്ച് ഗീയോ ഒഴിച്ചിട്ട് ഒരു 25 ഉള്ളി ഞാൻ തൊലി പൊളിച്ച് മുറിച്ച് വെച്ചതാണ്, ഇത് വറുത്തെടുക്കാം. നമ്മുടെ ഉള്ളി എല്ലാം ഫ്രൈ ആയി. ഇനി കോക്കനട്ട് കൂടി ഫ്രൈ ചെയ്തെടുക്കാം. ഒരു മുറി തേങ്ങയും ഉഴുന്നും കൂടി അരപ്പായിട്ട് അരച്ചെടുത്തു. 1 മുറി തേങ്ങ കൊണ്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഇതിലോട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾ പൊടി കൂടി ഇട്ട് കൊടുക്കാം. നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. നമ്മുടെ കോക്കനട്ടും ഫ്രൈ ആയി കഴിഞ്ഞു. നമ്മുടെ ഉള്ളിയും കോക്കനട്ടും 1/4 ഭാഗം നമുക്ക് ഈ മാവിലോട്ട് ചേർത്ത് മിക്സ് ചെയ്യാം. നമുക്ക് ഈ ഉള്ളി മൂപ്പിച്ച കുറച്ച് നെയ്യ് ഒരു പ്ലേറ്റിൽ ഒഴിച്ചു കൊടുക്കാം. ഈ പാനിൽ ഒഴിച്ചു കൊടുക്കാം. ഈ മാവ് ഈ പാനിലോട്ടിട്ട് കൈകൊണ്ട് പരത്തി കൊടുക്കാം. ഈ പാനിലുള്ളത് നമ്മൾ ചുട്ടെടുക്കുകയാണ് ചെയ്യുന്നത്. പ്ലേറ്റിൽ വെച്ചിട്ട് നമ്മൾ ആവി കയറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. മാവിട്ട് കൊടുത്ത് കൈകൊണ്ട് തന്നെ പരത്തി കൊടുക്കാം. നമുക്ക് കുരുത്തോല മുറിച്ച് ഇതിൻ്റെ സെൻറ്ററിൽ വെച്ച് കൊടുക്കാം. പാനിൽ ചുട്ടെടുക്കുന്ന അപ്പത്തിന് മുകളിൽ നിന്നും താഴെ നിന്നും ചൂട് കിട്ടണം. അതിനായിട്ട് ഒരു ദോശക്കല്ല് ചൂടാക്കിയിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാം. ആവിയിൽ വേവിക്കുന്ന നമുക്ക് ഈ സ്റ്റീമറിൽ വെച്ച് കൊടുക്കാം. 15 മിനിറ്റ് കഴിഞ്ഞ് തുറന്നു നോക്കാം. നമ്മുടെ കുരിശപ്പം റെഡി ആയി കഴിഞ്ഞു.